കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും തമ്മിലുണ്ടായ ധാരണകളും വാഗ്ദാനങ്ങളും പൂർണ്ണമായും പാലിക്കപ്പെട്ടില്ലെന്നാരോപിച്ച് തെരുവിലേക്ക് വീണ്ടും സമരവുമായി യുവാക്കൾ ഇറങ്ങുകയാണ്. നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ചരിത്രപരമായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. വരുന്ന സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ ദില്ലിയിലെ ചരിത്രപ്രസിദ്ധമായ ഇന്ത്യ ഗേറ്റിൽ നിന്നും ആരംഭിക്കുന്ന വൻ പ്രതിഷേധ മാർച്ച് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് നടത്താനാണ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 25-ന് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് CJP നടത്തിവന്ന സമരം നിർത്തിവെക്കാൻ ധാരണയായത്. അന്ന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പ്രധാനമായി നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്തിയ FIRകൾ പിൻവലിക്കുമെന്ന ഉറപ്പ്, നീറ്റ് വിഷയത്തിൽ പ്രതിസന്ധിയിലായി ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന വാഗ്ദാനം, പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ സുതാര്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടപ്പിലാക്കൽ എന്നിവയായിരുന്നു. സെപ്റ്റംബർ 5-ന് ഇന്ത്യൻ ഗേറ്റിൽ നിന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തുന്ന ഈ പൂർണ്ണമായും സമാധാനപരമായ പ്രതിഷേധ റാലിയിൽ നീറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളും മുൻ പോലീസിന്റെ അതിക്രമത്തിന് ഇരയായവരും മുൻനിരയിൽ അണിനിരക്കും. കൂടാതെ ജൻസി തലമുറയോട് സർക്കാർ കാണിച്ച വിശ്വാസ വഞ്ചനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത മാസം സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കെയാണ് ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്.